ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പറയണം. വേറെ ശരിയാക്കാം. ഓക്കേ. ഓക്കേ സാർ, അവൾ പറഞ്ഞു. മിസ് സൗപർണികയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മൂർത്തി ചോദിച്ചു. ആരുമില്ല സാർ, അവൾ തല കുനിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. അനന്തമൂർത്തിക്ക് ആദ്യം അവൾ പറഞ്ഞത് മനസ്സിലായില്ല. സോറി, അനന്തമൂർത്തി വിഷമത്തോടെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കേ സാർ, അവൾ പറഞ്ഞു. അതുകേട്ട് ആദിത്യന് വിഷമം തോന്നി. എനിക്കും ആരുമില്ല. താനൊരു പുരുഷനാണ്. ആരുമില്ലാതെ ഒരു പെൺകുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? ആദിത്യൻ ചിന്തിച്ചു. മൂർത്തി തൻ്റെ PA ശേഖറിനെ വിളിച്ച് പാറുവിനെ അക്കൗണ്ട് സെക്ഷനിലേക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ പറഞ്ഞു. PA അവളെയും കൂട്ടിപ്പോയി. ആദി അപ്പോഴും അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടി വളരെ കഴിവുള്ള ആളാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒന്ന് പരീക്ഷിക്കണം, മൂർത്തി സ്വയം പറഞ്ഞു. പാറുവിനെ അക്കൗണ്ട് സെക്ഷനിൽ ഇരുത്തി PA അവൾക്ക് അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പാറു അതൊക്കെ വളരെ വേഗം പഠിച്ചെടുത്തു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുകൊണ്ട് ശേഖർ പോയി. വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വ്യക്തത വരുത്തി ആദിത്യൻ പോകാനിറങ്ങിയപ്പോഴും പാറുവിനെ നോക്കി. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അക്കൗണ്ട് സെക്ഷൻ കുറച്ചുള്ളിലേക്ക് മാറിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, മറ്റുള്ളവരൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അതിവേഗം പുറത്തിറങ്ങി. മറ്റു സെക്ഷനിൽ ഉള്ളവരൊക്കെ ഗ്ലാസ് വാളിലൂടെ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പാറു ആരെയും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയെടുത്തു. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ പോകാൻ നേരം മാർക്കറ്റിംഗ് വിഭാഗത്തിലെ നിഖിലും സജീവും പരിചയപ്പെടാൻ പാറുവിൻ്റെ അടുത്തെത്തി. പാറു അവർ ചോദിച്ചതിനൊക്കെ ഒറ്റവാക്കിൽ മറുപടി കൊടുത്തു. അതുകഴിഞ്ഞ് ലേഡീസിൻ്റെ ഊഴമായിരുന്നു. പാറു ആരെയും പിണക്കിയില്ല. മൂർത്തി ശേഖറിനെ വിളിച്ചു. അയാൾ ക്യാബിനിൽ വന്നപ്പോൾ മൂർത്തി ചോദിച്ചു, ആ കുട്ടി എങ്ങനെ? പാറുവിനെക്കുറിച്ചാണ് മൂർത്തി ചോദിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, ശേഖർ പറഞ്ഞു. വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ള കുട്ടിയാണെന്ന് എനിക്കും തോന്നി. കുറച്ചുകൂടെ നോക്കട്ടെ സ്വഭാവം എങ്ങനെയാണെന്ന്. എന്നിട്ട് ഒരു കാര്യമുണ്ട്. ശേഖറിന് മനസ്സിലായി ഇനി സാർ ഒന്നും പറയില്ലെന്ന്. പറയണമെന്ന് തോന്നിയാൽ എല്ലാം തുറന്നു പറയുകയും ചെയ്യും. അതുപോലെ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിൽ ആക്കുകയും ചെയ്യും. അത് മാറ്റാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. CCTVയുമായി കണക്ട് ചെയ്ത തൻ്റെ ലാപ്ടോപ്പിലൂടെ പാറുവിൻ്റെ ഓരോ നീക്കങ്ങളും മൂർത്തി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. കീബോർഡിലൂടെ വളരെ സ്പീഡിലുള്ള അവളുടെ വിരലുകളുടെ ചലനം മൂർത്തി പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നിട്ട് എന്തോ ഉദ്ദേശത്തിൽ തലകുലുക്കി. ആ സമയത്താണ് മൂർത്തിയുടെ പേഴ്സണൽ മൊബൈലിൽ കോൾ വന്നത്. വൈഫാണ്. അനന്തമൂർത്തി മൂളി. അതെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മൂർത്തിയുടെ ഭാര്യ യമുന ദേവി ചോദിച്ചു. എനിക്കൊരു കുഴപ്പവും ഇല്ലടി, നീ പേടിക്കേണ്ട. ഓക്കേ, മൂർത്തി പറഞ്ഞു. അതെ, ഇന്നും വിളിച്ചിരുന്നു അവർ. 2 മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, യമുന ദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു കുഴപ്പവും ഇല്ലടി, നീ പേടിക്കേണ്ട. പിന്നെ ഇന്ന് ഇവിടെ ഒരു കുട്ടി ജോയിൻ ചെയ്തു. പേര് സൗപർണിക. അച്ഛനും അമ്മയും സഹോദരങ്ങളും ആരുമില്ല. മലപ്പുറം ആണ് വീട്. ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നു. വെൽ എഡ്യൂക്കേറ്റഡ്. ഇതുവരെ നല്ല സ്വഭാവം, ജോലിയിൽ നല്ല അർപ്പണബോധം. ഞാൻ അവളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, മൂർത്തി പറഞ്ഞു. കാണാൻ എങ്ങനെ? സുന്ദരിയാണോ അവൾ? യമുന ചോദിച്ചു. അത് കേട്ടതും മൂർത്തി പൊട്ടിച്ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നേ? യമുന പരിഭവത്തോടെ ചോദിച്ചു. അല്ല, നിന്റെ പേടിയൊക്കെ മാറിയോ? അതില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? യമുന ചോദിച്ചു. എനിക്കൊന്നും പറ്റില്ലടി, മൂർത്തി ഭാര്യയെ സമാധാനിപ്പിച്ചു. ഇപ്പോൾ തന്നെ 4 അപകടങ്ങളിൽ നിന്നാ രക്ഷപ്പെട്ടത്, അതും ഭാഗ്യം കൊണ്ട്. യമുന പിന്നെയും കരഞ്ഞു. ഇവിടെ കയറി എന്നെ ആരും ഒന്നും ചെയ്യില്ല. സെക്യൂരിറ്റി ഒക്കെ ടൈറ്റാണ്. ബോഡി ഗാർഡിനെ നിയമിക്കാൻ പറഞ്ഞിട്ട്, യമുന പരിഭവിച്ചു. ഓക്കെ, നിയമിച്ചോളാം, അനന്തമൂർത്തി ഭാര്യയെ സമാധാനിപ്പിച്ചു. പിന്നെ ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം, യമുന പറഞ്ഞു. ഓക്കെ, പിന്നെ കാണാം, മൂർത്തി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അന്ന് വൈകുന്നേരം ശേഖർ കുറച്ച് ഫയൽ
പാറുവിന് കൊടുത്തു. ഇത് നാളെ വരുമ്പോൾ കറക്റ്റ് ചെയ്തു കൊണ്ടുവരണം. വളരെ അത്യാവശ്യമാണ്. ഓക്കെ സർ. പാറു ഫയൽ വാങ്ങി ഓഫീസിൽ നിന്നിറങ്ങി. ഹോസ്റ്റലിൽ തൻ്റെ റൂമിലെത്തിയപ്പോൾ റൂംമേറ്റായ കുട്ടിയും എത്തിയിട്ടുണ്ട്. പാറുവിനെ കണ്ടപ്പോൾ തന്നെ ആ കുട്ടി വന്ന് അവളുടെ കൈ പിടിച്ചു. ഹായ് ചേച്ചി, ഞാൻ ശ്വേത. ഇവിടെ ലോ കോളേജിൽ പഠിക്കുന്നു. ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ സുമിത്ര ചേച്ചി പറഞ്ഞു. അവർ പരസ്പരം പരിചയപ്പെട്ടു. അതിനുശേഷം പാറു ഫയലെല്ലാം അലമാരയിൽ വെച്ച് പൂട്ടി. പിന്നെ കുളിച്ച് ഫ്രഷായി ഫയൽ നോക്കാനിരുന്നു. ഫയലെല്ലാം നോക്കിക്കഴിഞ്ഞു പാറു മെസ്സിലേക്ക് നടന്നു. ശ്വേത ആദ്യമേ പോയിരുന്നു. ഫുഡ് കഴിച്ചു വന്ന് അവൾ കട്ടിലിലേക്ക് കിടന്നു. പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു തൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തു. പിന്നെ കുളിച്ചു ഫ്രഷായി മെസ്സിലേക്ക് പോയി. ഫുഡ് കഴിച്ചു വന്നു. ഓഫീസിൽ പോകാൻ തയ്യാറായി ഇറങ്ങി. ഓഫീസിലെത്തിയപ്പോൾ തന്നെ കുറച്ചു പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഓഫീസ് ടൈം ആകുന്നതേ ഉള്ളൂ. പാറു തൻ്റെ സീറ്റിൽ വന്നിരുന്നു. സൗപർണികയെ ബോസ് വിളിക്കുന്നു. അസിസ്റ്റൻ്റ് മാനേജർ അവളോട് പറഞ്ഞു. അവൾ ഫയലുകളും എടുത്ത് മൂർത്തിയുടെ ക്യാബിനിലേക്ക് നടന്നു. മേ കമിൻ സർ? അവൾ അനുവാദം ചോദിച്ചു. യെസ്. മൂർത്തി അനുവാദം കൊടുത്തു. അവൾ അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ മൂർത്തിയുടെ ചെയറിനടുത്തായി നിൽക്കുന്ന നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു. അവൾ ഫയലുകളെല്ലാം മൂർത്തിയുടെ ടേബിളിന് പുറത്തേക്ക് വെച്ചു. മൂർത്തി ഭാര്യയെ കണ്ണു കാണിച്ചു. ഇതാണ് ആളെന്ന്. യമുന പാറുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കാണുകയായിരുന്നു. നല്ല സുന്ദരി മോള്, നല്ല ഐശ്വര്യമുള്ള മുഖം. ഏതോ വലിയ തറവാട്ടിൽ പിറന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഇനി സ്വഭാവം എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മതി. സർ, ഫയൽ, പാറു ഓർമ്മിപ്പിച്ചു. മൂർത്തി ഫയൽ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ യമുന അവളോട് ചോദിച്ചു. മോളുടെ പേരെന്താ? സൗപർണിക. അവൾ വിനയത്തോടെ പറഞ്ഞു. മോൾക്ക് ഇവിടെ താമസ സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം, അവൾ പറഞ്ഞു. ഫയൽ എല്ലാം ഓക്കെയാണ്. മിസ് സൗപർണിക പോയിക്കോളൂ, മൂർത്തി പറഞ്ഞു. ഓക്കെ സാർ. പാറു തിരിഞ്ഞു ക്യാബിനിൽ വിട്ടിറങ്ങി. അപ്പോൾ തന്നെ യമുനയുടെ ഫോൺ ബെല്ലടിച്ചു. അവർ പേടിയോടെ മൂർത്തിയെ നോക്കി. മൂർത്തി ഫോൺ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഒന്നും മിണ്ടിയില്ല. ഹലോ അമ്മ, എന്തായി? ഞാൻ പറഞ്ഞ കാര്യം എത്രയും വേഗം വേണം. ഇവിടെ അത്യാവശ്യമാണ്. ഹലോ ഹലോ അമ്മ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മൂർത്തിയുടെ ഘനഗംഭീരമായ ശബ്ദം മുഴങ്ങി. ആ സ്പോട്ടിൽ തന്നെ ഫോൺ ബന്ധം നിലച്ചു. യമുന പേടിയോടെ മൂർത്തിയെ നോക്കി. ഒന്നുമില്ലെന്ന് മൂർത്തി കണ്ണടച്ചു കാണിച്ചു. എന്നിട്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് യമുനയെ ചേർത്ത് പിടിച്ചു. ഇന്ന് തന്നെ ബോഡി ഗാർഡിനെ ഏർപ്പാടാക്കണം, യമുന പറഞ്ഞു. ഓക്കെ, ചെയ്യാം. മൂർത്തി അവരെ സമാധാനിപ്പിച്ചു. തൻ്റെ ലാപ്ടോപ്പും എടുത്ത് യമുനയെയും കൊണ്ട് മൂർത്തി അപ്പോൾ തന്നെ ഓഫീസിന് പുറത്തിറങ്ങി. അപ്പോൾ തന്നെ ഡ്രൈവർ ബ്ലാക്ക് BMW കാർ അവരുടെ മുന്നിൽ കൊണ്ട് നിർത്തി. മൂർത്തി തന്നെ ഡോർ തുറന്നു. ആദ്യം യമുനയെ കയറ്റി, പിന്നെ മൂർത്തിയും കയറി. തനിക്ക് ആരും ഡോർ തുറന്നു തരുന്നത് മൂർത്തിക്ക് ഇഷ്ടമല്ല. 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ദേവലോകം എന്ന കൊട്ടാര സദൃശമായ ഒരു വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ കാർ വന്നു നിന്നു. ഗേറ്റിൻ്റെ തൊട്ടടുത്ത റൂമിൽ നിന്ന് 2 സെക്യൂരിറ്റികൾ വന്നു വലിയ ഗേറ്റ് ഇരുവശത്തേക്കും തുറന്നു വെച്ചു. ഗേറ്റിൽ നിന്നും 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് വീട്ടിലേക്ക്. കാർ ഗേറ്റ് കടന്നതും സെക്യൂരിറ്റീസ് ഗേറ്റ് അടച്ചുപൂട്ടി ലോക്ക് ചെയ്തു. യമുന കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയതും ഒരു സെർവൻ്റ് വന്നു വാതിൽ തുറന്നു കൊടുത്തു. രണ്ടുപേരും അകത്ത് കയറിയതും മറ്റൊരു സെർവൻ്റ് ജ്യൂസുമായി വന്നു. യമുന അത് വാങ്ങി മൂർത്തിയുടെ പിന്നാലെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. റൂമിലെത്തിയതും യമുന ജ്യൂസിൻ്റെ ട്രേ ചെറിയ ടേബിളിലേക്ക് വെച്ചു. അതുവരെ പിടിച്ചു നിർത്തിയ സങ്കടം മുഴുവൻ പുറത്തേക്ക് ഒഴുക്കി. നമുക്ക് മാത്രമെന്താ ഇങ്ങനെ ഒരു വിധി? അവർ പൊട്ടിക്കരഞ്ഞു. അനന്തമൂർത്തി അവരുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. എന്തു പറയുമെന്നറിയാതെ